റബ്ബർ ഷീറ്റ് വെയിലത്ത് ഉണങ്ങാനിടുന്ന ഒരു പ്രോസസ്സാണിത്. ഇത് കുറച്ച് സമയമെടുത്തു വൈഫ് ഇവനിത് പഠിപ്പിച്ചു കൊടുക്കാൻ. പഠിപ്പിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഓക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഇവനിത്. ഞാൻ വണ്ടിയിൽ ഇതിവിടെ കൊണ്ടുവന്ന് നിർത്തി കൊടുത്താൽ അവൻ കറക്റ്റായിട്ട് എല്ലാം വൃത്തിയായിട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ബക്കറ്റിൽ വെള്ളം എടുത്ത് വണ്ടി കഴുകുകയും ചെയ്യും. വണ്ടി കഴുകുന്ന അത്ര പ്രോപ്പർ അല്ലെങ്കിലും അവൻ വണ്ടിയിൽ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മോൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ ഞാൻ പറഞ്ഞിരുന്നത്, ഗൈനക്കോളജി ഡോക്ടറെ ഞങ്ങൾ കണ്ടതിന് ശേഷമുള്ള വിവരങ്ങൾ ഞാൻ തുടരാം. അതിന് ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് പോരാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു. അവരെ വേഗം തന്നെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ പോരുന്ന സമയത്ത് വൈഫ് എന്നോട് ഒരുപാട് പറഞ്ഞു. കാരണം ഞാൻ പോയിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞിരുന്നു നാട്ടിൽ നിന്ന് പോയിട്ട്. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ കാരണം എൻ്റെ ജോലി തിരക്കും സ്ഥാപനം അങ്ങനെ പെട്ടെന്ന് ഒരാളെ ഏൽപ്പിച്ച് പോരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടൊക്കെ കാരണം നീ പോയിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് തിരിച്ചു പോവാം, അതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സാഹചര്യം നോക്കിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വൈഫിനെ പറഞ്ഞയച്ചത്. ഫാമിലി കൂടെ ഉണ്ടായി നാട്ടിൽ പോയാലുള്ള അവസ്ഥ പ്രവാസികൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. തിരിച്ച് നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണ്. ആ വീട് അത്രയും സമയം ഓടിക്കളിച്ചിരുന്ന നമ്മുടെ മോന്, നിറഞ്ഞു നിന്നിരുന്ന ഭാര്യയും നമ്മുടെ കുടുംബവും, ആ ഫ്ലാറ്റിൻ്റെ ഡോറ് തുറക്കുമ്പം വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. ശരിക്കും നമ്മൾക്ക് ആ റൂമിനകത്തേക്ക് പിന്നെ പോകാൻ തന്നെ തോന്നില്ല. കാരണം അവരുപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളും, മോൻ ഓടിക്കളിച്ചിരുന്ന സൈക്കിള്, അവനുപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ, നമ്മളുടെ അടുക്കള, നമ്മുടെ ബെഡ്റൂം, നമ്മളുടെ ലിവിങ് റൂം എല്ലാം നമ്മൾക്ക് വല്ലാത്തൊരു അവസ്ഥയാണ് നമുക്ക് സമ്മാനിക്കുക. എത്രയും പെട്ടെന്ന് ഷോപ്പിലേക്ക് തന്നെ പോയി തിരിച്ച് ഷോപ്പ് അടച്ച് എനിക്ക് റൂമിലേക്ക് വരണമെന്നേ ഇല്ലാത്തൊരവസ്ഥ. അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കുക, അവരാണെങ്കിൽ നാട്ടിലെത്തിയിട്ടില്ല, ഫോൺ കണക്റ്റ് ആവുന്നില്ല. എൻ്റെ ബ്രദറിലൂടെ ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ജോലി കഴിഞ്ഞാൽ രാത്രി ഇങ്ങോട്ട് വാ, എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നില്ല. പുള്ളി എന്നെ കുറേ സമാധാനിപ്പിച്ചു. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് പുള്ളിയെ എൻ്റെ റൂമിലേക്ക് വരുത്തി. അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ച് അന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെയോ തള്ളി നീക്കി. പക്ഷേ നാട്ടിൽ ചെന്നിറങ്ങിയ മോനും വൈഫും അത് വേറൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അവിടെ ഉള്ളവർക്ക് സമ്മാനിച്ചത്. മോനെ കാണാൻ കാത്തിരുന്നവർ ഓടി വന്ന് സംസാരിക്കാൻ നിൽക്കുമ്പം മോൻ ആരുമായിട്ട് അടുക്കുന്നില്ല, അവൻ ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. വല്ലാത്തൊരു ബിഹേവിങ്. അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണിക്കണം. അപ്പം കൊണ്ടുപോയത് എൻ്റെ ഫാദറും വൈഫിൻ്റെ ഫാദറും ഒക്കെയാണ്. വൈഫിന് യാത്ര ചെയ്യാൻ പറ്റില്ല, ഞാൻ കൂടെയില്ല, മോനെ ആരുമായിട്ടും മിങ്കിൾ ചെയ്യുന്നില്ല. അവരും ആകെ ബുദ്ധിമുട്ടി. അങ്ങനെ എനിക്ക് അപ്പം തന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ വിളിച്ചു, നീ എത്രയും പെട്ടെന്ന് വരണം. കാരണം വൈഫ് റസീന ഡെലിവറി കഴിയാതെ ഇനിയിപ്പോൾ അവൾക്ക് വരവ് നടക്കില്ല, ഞങ്ങളുടെ കൂടെ വരവ് നടക്കില്ല, മോനെ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണിക്കണം എന്നാണ് പറയുന്നത്. നാട്ടിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന ഫോൺ കോളുകൾ എൻ്റെ വീട്ടിൽ നിന്നായാലും അവളുടെ വീട്ടിൽ നിന്നായാലും വൈഫിന് വിളിച്ചാലും വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്ന് കോള് വരിക എന്ന് പറയുമ്പോൾ തന്നെ എനിക്കെന്തോ ഒരു പേടിയാവുന്ന പോലെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഇത്. അപ്പോഴും ഞാൻ മനസ്സിൽ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് അവനെന്തോ ചെറിയ പ്രശ്നമുണ്ട്, അത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ, നാട്ടിൽ എല്ലാറ്റിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് ശരിയാക്കാം, അവർ തിരിച്ചു വരുന്നത് കുറച്ച് ഡിലേ ആവുമായിരിക്കും, ഇത്രയൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് വരാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു. എൻ്റെ സ്പോൺസറോട് പറഞ്ഞപ്പോൾ സ്പോൺസറിന് എന്തോ ഒരു സംശയം. കാരണം ഞാൻ പ്ലാൻഡായിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണോ. എൻ്റെ സ്ഥാപനം അവിടെയുണ്ട്, ഒരുപാട് വിലമതിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ വർഷങ്ങളായിട്ട് പടുത്തുയർത്തിയ ഒരു സ്ഥാപനം. എന്നിട്ടും പുള്ളിക്ക് എന്നോട് എന്തോ ഒരു സംശയം പോലെ, നീ പ്ലാൻഡായിട്ട് എന്തോ ചെയ്യുകയാണോ, നീ ആദ്യം മോനെ നൈസായിട്ട് ഇവിടുന്ന് പറഞ്ഞയച്ചു, മോനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല. 18 വർഷമായിട്ട് ഞാൻ പുള്ളിയുടെ അണ്ടറിലാണ്, പുള്ളിയുടെ സ്പോൺസർഷിപ്പിലാണ്. അപ്പം ഞാനുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പിന്നെയും പുള്ളിക്ക് എന്നെ ഒരു വിശ്വാസക്കുറവ് പോലെ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ പുള്ളിയെ കൊണ്ടേ കാണിച്ചു, അവർ തിരിച്ചു വരാൻ വേണ്ടി പോയതാണ്, ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പം വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ പോകണം. അങ്ങനെ പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലായി. റൂമൊക്കെ കണ്ടപ്പം ഇവൻ ഇതൊന്നും വെക്കേറ്റ് ചെയ്തിട്ടില്ല, തിരിച്ചു വരാനുള്ള പരിപാടി തന്നെയാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ ജോലിക്കാരെ ഏൽപ്പിച്ച്, സ്ഥാപനം ഏൽപ്പിച്ച്, ഒരു തയ്യാറെടുപ്പുകളും ഇല്ലാതെ പെട്ടെന്ന് കയറി.
ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന് കയറ്റി വിട്ട എൻ്റെ വൈഫായിരുന്നില്ല ഇവിടെ വന്നപ്പം. അവളുടെ മുഖമൊക്കെ വല്ലാത്തൊരു മ്ലാനത, കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ, വല്ലാതൊരു ദുഃഖത്തിലേക്ക് പോയൊരു മുഖം, എന്തൊക്കെയോ എനിക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ. ഞാൻ അവളെ സമാധാനിപ്പിച്ചു, എന്തുണ്ടെങ്കിലും നമുക്ക് മോനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, ആദ്യം നിൻ്റെ ഡെലിവറി കഴിയട്ടെ, നീ സമാധാനമായിരിക്കും പറഞ്ഞ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളെ ഡെലിവറി കഴിഞ്ഞു. അതിന് ശേഷം ഞാനും വൈഫിൻ്റെ ഉമ്മയും വൈഫിൻ്റെ ഫാദറും എല്ലാവരും കൂടെ നിമാൻസിൽ പോയി ഞങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്ത് റൂം കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പം ആദ്യം വാർഡിലൊരു 8 ബെഡോ 10 ബെഡെങ്ങാനും ഉണ്ട്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതിനൊരു 4-5 അന്തേവാസികളുണ്ടായിരുന്നു. അവരുടെ പിള്ളേരെ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഷോക്കായത്. എൻ്റെ മോന് ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ബോധം കെട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് പോയി. ഞാൻ റൂമിലെ ബാത്റൂമിൽ കയറി വാതിലടച്ച് ഒരുപാട് കരഞ്ഞു. അവിടുന്ന് വന്ന് എൻ്റെ മോനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ജീവിതം ഒരിക്കലും നമ്മൾ കണക്ക് കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന ആ വഴിക്കല്ലല്ലോ പോകുന്നത്, എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ എനിക്ക് വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന അവസ്ഥ. ആ സമയത്താണ് ഡോക്ടർ പറയുന്നത്, ഓട്ടിസമുള്ള കുട്ടികളുടെ പാരൻസിന് അടുത്ത കുട്ടികൾ ഉണ്ടാവുമ്പം 60% വരെ ചാൻസ് ഉണ്ട് ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാവാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ വൈഫ് 2ാമത്തെ മോനെ പ്രസവിച്ച് കിടക്കുകയാണെന്ന്. ഇത് കേട്ടപ്പോൾ ഡോക്ടർക്കും എന്തോ ഒരു പോലെ. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ശരിക്കും അത് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ ബ്ലഡ് ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ അടുത്ത കുട്ടി ഉണ്ടാവാൻ പാടുള്ളൂ എന്ന്. അതോടുകൂടി 2ാമത്തെ മോനെക്കുറിച്ചും എനിക്ക് ആശങ്കകൾ കൂടി വന്നു.